നിർണായക നീക്കം നടത്തിയത് അമിത്ഷാ. തിരുവനന്തപുരത്തെത്തിയപ്പോൾ സാബു ജേക്കബുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രിക്കൊപ്പം ഒടുവിൽ വേദിയിൽ. 2020 NDA പ്രവേശനം സന്തോഷ ദിവസമെന്ന രാജീവ് ചന്ദ്രശേഖർ. ജീവിതത്തിലെ ഏറ്റവും നിർണായക തീരുമാനമെന്ന് സാബു ജേക്കബ്. 2020 NDAയിലേക്ക് എത്തിയതിന് പിന്നാലെ അണിയറ നീക്കങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. BJP മുന്നണിയിലേക്ക് 2020 എത്തിക്കാനുള്ള നിർണായക നീക്കം നടത്തിയത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തിരുവനന്തപുരം നഗരസഭയിലെ ചരിത്ര വിജയം ആഘോഷിക്കാൻ അമിത്ഷാ അടുത്തിടെ കേരളത്തിലെത്തിയപ്പോൾ സാബു ജേക്കബുമായി നിർണായക കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും സാബു ജേക്കബുമായി നിരന്തരം ചർച്ച നടത്തിയിരുന്നു. ഒടുവിൽ കൊച്ചിയിൽ ഇരുവരും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അന്തിമ തീരുമാനമുണ്ടായത്. ഇതിന് പിന്നാലെയാണ് രാജീവ് ചന്ദ്രശേഖറിനൊപ്പം വാർത്താ സമ്മേളനത്തിലെത്തി NDA മുന്നണിയിൽ എത്തുന്നുവെന്ന് സാബു വ്യക്തമാക്കിയത്. കിഴക്കമ്പലം ആസ്ഥാനമായുള്ള 2020 പാർട്ടിയുടെ NDA പ്രവേശം എറണാകുളത്ത് BJPക്ക് ഗുണം ചെയ്യുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. നിലവിൽ എറണാകുളം ജില്ലയിലെ 4 പഞ്ചായത്തുകൾ 2020 ഭരിക്കുന്നു. കിഴക്കമ്പലം, പുതൃക്ക, ഐക്കരനാട്, തിരുവാണിയൂർ പഞ്ചായത്തുകളിലാണ് 2020 ഭരണം. കഴിഞ്ഞ തവണ ഭരണമുണ്ടായിരുന്ന 2 പഞ്ചായത്തുകൾ ഇക്കുറി നഷ്ടമായി. കുന്നത്തുനാട്, മഴവന്നൂർ പഞ്ചായത്തുകൾ ഇത്തവണ UDF പിടിച്ചെടുത്തു. 2020 അത് വലിയ ക്ഷീണമായിരുന്നു. 2020 അപേക്ഷിച്ച് 2025 തദ്ദേശ തിരഞ്ഞെടുപ്പ് 2020 വലിയ നഷ്ടമുണ്ടാക്കിയിരുന്നു. കുന്നത്തുനാട്ടിലടക്കം ചില പഞ്ചായത്തുകളിൽ UDFും LDFും 2020 ഒന്നിച്ച് മത്സരിച്ചിരുന്നു. ഈ നീക്കത്തെ പ്രതിരോധിക്കാനാണ് BJP പാളയത്തിലേക്ക് പാർട്ടി എത്തുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. BJP കേരളത്തിൽ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ലക്ഷ്യമിട്ടുള്ള നീക്കത്തിലാണ്. BJPക്കൊപ്പം നിന്നുള്ള പരീക്ഷണം പാളിയാൽ 2020 എന്ന രാഷ്ട്രീയ പാർട്ടി തന്നെ അപ്രസക്തമാകും. എറണാകുളം ജില്ലയിലെ 4 പഞ്ചായത്തുകളിൽ മാത്രം ഭരണമുള്ള ഒരു ചെറിയ പാർട്ടി മാത്രമാണ് സാബു ജേക്കബിന്റെ 2020. ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ അപ്രതീക്ഷിത തിരിച്ചടിയോടെയാണ് BJP മുന്നണിയുടെ ഭാഗമാവുക മാത്രമായിരുന്നു സാബുവിന് മുന്നിലുള്ള ഏക സാധ്യത. സ്വന്തം പാർട്ടിയുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്തെ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. 2020 NDA ഭാഗമാകൽ സന്തോഷത്തിന്റെ ദിവസമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. 2020 വികസനം നടപ്പിലാക്കിയ പാർട്ടിയാണെന്നും രാജീവ് പറഞ്ഞു. 2020 NDAയിലേക്ക് എന്ന വാർത്തയ്ക്ക് പിന്നാലെ സാബുവും ജേക്കബും രാജീവും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് BJP സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകൾ. ജീവിതത്തിലെ നിർണായക തീരുമാനമെന്നും ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമെന്നും സാബു ജേക്കബ് പറഞ്ഞു. ഒറ്റക്ക് നിന്നാൽ ലക്ഷ്യങ്ങൾ എത്രത്തോളം പ്രായോഗികമാക്കാമെന്ന സംശയമുണ്ടായിരുന്നു. 2020 ഉന്മൂലനം ചെയ്യാൻ ഇടതും വലതും ഒന്നിച്ചു. ഇല്ലാതെയാക്കണമെന്ന് തീരുമാനിച്ചവർക്കുള്ള മറുപടിയാണിതെന്നും സാബു പ്രതികരിച്ചു. ഇങ്ങനെ പോയാൽ കേരളം തന്നെ ഇനി കാണാൻ കഴിയില്ല. രാജ്യത്തെ നശിപ്പിക്കുന്ന പാർട്ടികൾക്കെതിരായിരുന്നുവെന്നും എല്ലാ പാർട്ടികൾക്കും എതിരെയായിരുന്നില്ലെന്നും സാബു പറഞ്ഞു. നശിപ്പിക്കാൻ ശ്രമിച്ചവരോടുള്ള വാശിയാണ് BJPക്കൊപ്പം വരുന്നതിന് പിന്നിൽ. തന്റെ ബിസിനസ് അല്ല ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. ഇന്ത്യയിൽ ഏറ്റവും വികസനം ഉണ്ടാക്കിയ പാർട്ടി BJP ആണെന്നും സാബു ജേക്കബ് കൂട്ടിച്ചേർത്തു.